ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഇതിനകത്ത് ആരും പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിവാഹബന്ധങ്ങളൊന്നും വേണ്ട, മനുഷ്യർ സ്വതന്ത്ര വ്യക്തികളായിട്ട് ജീവിച്ചാൽ മതി, അതുവഴി മനുഷ്യരുടെ ദുഃഖങ്ങളും എല്ലാം ഇല്ലാതാവും അത് പറയുന്നത്. അപ്പോൾ കുട്ടികളെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. കുട്ടികളെ സർക്കാർ തലത്തിൽ ചെയ്യണം, കുട്ടികളുടെ ഉൽപ്പാദനം സർക്കാർ തലത്തിൽ ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് സംഗതി പറഞ്ഞ് ചിരിക്കാമെങ്കിലും അതൊക്കെ ഒരു പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ യാഥാർത്ഥ്യമാവും. ഞാനീ പറയുന്നത് ഇപ്പം പണ്ടിവിടെ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞ് വന്നു, ഒരു 10-50 കൊല്ലത്തിന് മുമ്പാ ഫാമിലി പ്ലാനിങ്. അന്ന് അതിന് എന്തൊരു എതിരായിരുന്നു ആളുകളൊക്കെ. ഫാമിലി അയ്യോ കുട്ടി അതൊക്കെ ദൈവത്തിന് എതിരായിട്ടുള്ള പരിപാടിയല്ലേ. ദൈവം തരുന്നതാണ് മക്കള്, ഈ മക്കളെ വേണ്ടെന്ന് നോക്കുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. അതൊന്നും പറ്റില്ല, ആരും ഫാമിലി പ്ലാനിങ് ഒന്നും ആർക്കും വേണ്ട. പക്ഷെ ഇന്നിപ്പോൾ എന്താ, ഇന്നിപ്പോൾ രണ്ട് മക്കളെ കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ആശുപത്രി വെച്ച് തന്നെ ഒരു സർജറി ചെയ്താൽ വിടുന്നത്, ട്യൂബെക്ടമി നടത്തി വിടുക. അപ്പോൾ ആൾക്കാർ അംഗീകരിച്ച് എന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ പോലെ 7 മക്കൾ ശരാശരി 7 മക്കൾ ഓരോ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? ഇവിടെ വീട് വെക്കാൻ സ്ഥലമില്ല, റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, വണ്ടികളുടെ ബഹളം. ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ ഒരു വർഷ കാലം കുറെ കഴിയുമ്പോൾ ഇതൊക്കെ അംഗീകരിക്കും. അതേ ഞാൻ പറഞ്ഞേ, ഓരോ കുടുംബങ്ങളുണ്ടായിട്ട് അവരുടെ മക്കളെന്നും പറഞ്ഞ് കുറേ ഗുണമില്ലാത്ത കുറേ മക്കളെ ഉണ്ടാക്കിയെടുത്ത കാര്യം. കുട്ടികളുണ്ടാകുമ്പോൾ ഏറ്റവും ഇപ്പം മക്കൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല സുന്ദരിയും സിനിമാ നടികൾ ആവയും മാധവനും മീര ജാസ്മിനും അനു സിത്താരയും ഒക്കെ പോലത്തെ സുന്ദരി പെൺകുട്ടികൾ മക്കളായിട്ട് കിട്ടിയ എല്ലാവർക്കും സന്തോഷമല്ലേ? എന്തിനാ വെറുതെ ഒരു ഗുണമില്ലാത്ത ഭംഗിയില്ലാത്ത ഒരു കുട്ടിയെ ഉണ്ടാക്കണം? എന്തിനാ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏറ്റവും നല്ല സിനിമാ നടികളെ പോലത്തെ പെൺകുട്ടികളും സിനിമാ നടന്മാരെ പോലത്തെ ആൺകുട്ടികളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ഭംഗിയാണ്, അവർ സന്തോഷമായിട്ട് ജീവിക്കും. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ ഒരുപാട് പേര് പല പല കോംപ്ലക്സ് ആയിട്ട് മാറി നിൽക്കും. നമ്മുടെ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മളതിനെ വിശദമായിട്ട് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്തിട്ടില്ല. അതായത് ഈ ഫാദറിനും മദറിനും ഒരു നല്ല കുട്ടിക്ക് ജന്മം നൽകാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ദെൻ ഓൺലി ദേ ഷുഡ് ബി അലൗഡ് ടു റീപ്രൊഡ്യൂസ്. ഇതല്ല. ഇന്നിപ്പോൾ പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തവനും അയ്യോ അവൻ കല്യാണം കഴിക്കണ്ടേ, അവനും കല്യാണം കഴിപ്പിക്കും. അപ്പോൾ കണ്ണ് കാണാൻ പാടില്ല കല്യാണം കഴിക്കാം, ചെവി കേൾക്കാൻ കല്യാണം കഴിച്ചു അല്ലേ? വേറെ എന്തെങ്കിലും എല്ലാവരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കിയേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഒരുപക്ഷെ പണ്ട് കാലത്തൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളർന്ന് അവർ വലുതായിട്ട് വേണം, അവർ വല്ല ജോലിയൊക്കെ ആയിട്ട് വേണം ഫാദറിനെയും മദറിനെയും നോക്കാൻ. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രായമായി കഴിഞ്ഞാൽ മക്കളെ ഒന്നും നോക്കാണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം. കാരണം മക്കളെ നോക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ വായിരിക്കണം കേൾക്കണം. അപ്പോൾ എവിടെയെങ്കിലും കാര്യം വല്ല ഓൾഡ് ഏജ് ഹോമുകൾക്ക് ഇഷ്ടംമാരുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പാടില്ലേ, മക്കളെ ആശ്രയിക്കാനൊന്നും പോകണ്ട. അപ്പോൾ പണ്ട് കാലത്ത് കുടുംബം ഒരാവശ്യം പറഞ്ഞു. കാരണം മക്കൾ ഫാദറും മദറും ഒക്കെ പ്രായമാകുമ്പോൾ അവരെ നോക്കാൻ ഈ മക്കൾ വളർന്നിട്ട് വേണം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ ഉൽപ്പാദനം സർക്കാർ ഏറ്റെടുക്കണം. അപ്പം ഇതിനകത്ത് പറയുന്നതിൽ തമാശ ഒന്നുമില്ല. ഇപ്പം മൃഗങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതുപോലെ മനുഷ്യരിലും ചെയ്യണം. അപ്പം ഞാനിത് പണ്ട് വെറ്ററിനറി കോളേജ് ചെന്നപ്പോൾ തന്നെ എനിക്ക് അവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ് അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെയും ആടുകളെയും കോഴികളെയും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ ആലോചിക്കും, എന്തുകൊണ്ട് മനുഷ്യരിൽ അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള മനുഷ്യരെ എന്തുകൊണ്ട് സൃഷ്ടിച്ചോടും? ഞാൻ അന്ന് ആലോചിച്ചാണ്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഗുണമേന്മ കൂടിയാണ് മനുഷ്യനിൽ അത്യുൽപാദന ശേഷി എന്ന് പറയാൻ പറ്റില്ല, ഗുണമേന്മ പറയാം. ഗുണമേന്മ കൂടിയ മനുഷ്യരെ ഇവിടെ സൃഷ്ടിക്കുക. അപ്പം അത് ഗവൺമെൻറ് ഏറ്റെടുക്കണം. അപ്പോൾ പിന്നെ ഫാമിലിയൊന്നും ആവശ്യമില്ല, സർക്കാർ ഒരു അമ്മ വേണം. അമ്മ പ്രസവിക്കാൻ അമ്മ ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയെ ആവശ്യമില്ലാണ്ടാവും. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സ്പേമും എഗ്ഗും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത്. ഈ സ്പേമും എഗ്ഗും യോജിപ്പിച്ച് എംബ്രിയോ ആക്കാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ടെസ്റ്റ് ട്യൂബിലൊന്നും
ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റില്ല. ഈ എംബ്രിയോ ഏതെങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ മാത്രമേ ഉള്ളൂ കുട്ടി ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ കുറെ കഴിയുമ്പോൾ മാറും. നേരത്തെ എങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഇനിയിപ്പോൾ അമ്മമാർ പ്രസവിക്കണ്ട, ഈ എംബ്രിയോനെ എടുത്ത് വല്ലതും പശുവിൻ്റെ ഗർഭപാത്രത്തിലോ അല്ല അതുപോലത്തെ ഏതെങ്കിലും മൃഗത്തിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അല്ല അതൊക്കെ സംഭവിക്കാം. ഗർഭപാത്രം വേണം, അതിപ്പോൾ മനുഷ്യൻ വേണമെന്നില്ല. ഇപ്പൊ മനുഷ്യർ തന്നെ ഇപ്പൊ സിനിമാ നടികൾ പലരും പ്രസവിക്കാറില്ലല്ലോ. ഇപ്പൊ നയൻതാര 2 കുട്ടികളായിട്ടുണ്ട്. ഐശ്വര്യ റായ്, പല നടിമാർക്കും, സുസ്മിത സെന്നും ഒരുപാട് പേരുണ്ട്. ഇവരാരും പ്രസവിക്കണില്ല. കുട്ടികളുണ്ട് അവർക്ക്. പക്ഷെ അവരാരും നയൻതാര കല്യാണം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 2 കുട്ടികളെ പ്രസവിച്ച്. നയൻതാരയല്ല പ്രസവിച്ചോ, വേറെ അമ്മമാര്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിമാടികളാരും പ്രസവിക്കാനുള്ള അവര് വേറെ പണിയില്ലേ. എനിക്ക് എൻ്റെ സൗന്ദര്യം കളഞ്ഞ് കുട്ടിയെ പ്രസവിപ്പിച്ചിട്ട് എനിക്കെന്താ കാര്യമുള്ളത്? അവരാരും പ്രസവിക്കണില്ല. എല്ലാവരും അത് വാടക ഗർഭപാത്രം കൊടുത്ത് ചെയ്യണം. അപ്പോൾ വാടക ഗർഭപാത്രം പോലെ പിന്നെ കുറെ കഴിയുമ്പോൾ വാടക ഇപ്പം മൃഗങ്ങളിൽ പറ്റാത്തതുകൊണ്ടാണ്. മൃഗങ്ങളിൽ എങ്ങാണ്ടൊക്കെ പരീക്ഷിച്ച് ഏതോ ഒരു പശുവിൻ്റെ ഗർഭപാത്രത്തിൽ ഈ ഭ്രൂണം കൊണ്ട് നിക്ഷേപിച്ച്, പക്ഷേ അത് വളരുന്നില്ല. കാരണം മനുഷ്യനും മൃഗവും വ്യത്യാസമുണ്ടല്ലോ, വളരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പം ഇത് വരണം. ഈ കുട്ടികളുടെ ഉൽപ്പാദനം സർക്കാർ തലത്തിൽ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. അപ്പം അതാണ് നമുക്ക് ഇവിടെ പരിഹാരമുള്ളത്. അപ്പം ഈ കുടുംബങ്ങൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യവംശം നിലനിൽക്കണമെങ്കിൽ കുട്ടികൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഉൽപ്പാദിപ്പിച്ച് പറ്റും. അതിന് ഒരു മാർഗമാണ് അമ്മമാർ സർക്കാർ ശമ്പളം കൊടുത്തിട്ട് അമ്മമാർ പ്രസവിക്കട്ടെ. അപ്പം എല്ലാവരും പ്രസവിക്കണ്ട. ഇന്നിപ്പോൾ അതെന്താ, ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതിന് പ്രായം എന്താ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിച്ചാലേ അടങ്ങുള്ളൂ ഒരു പെണ്ണ്. ഒരാണാണെ അപ്പം തന്നെ എന്താണോ കല്യാണം കഴിക്കാത്ത? ഇവരെല്ലാവരും കല്യാണം കഴിപ്പിച്ച് അവരുടെ കുടുംബമായിട്ട് അവരുടെ മക്കൾ ഇനി കല്യാണം കഴിച്ചാലോ തീർന്നില്ല, എന്താ മക്കൾ ഉണ്ടാകാത്ത? അപ്പം ഇവിടെ നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും വിവാഹം കഴിക്കണം, എല്ലാ മനുഷ്യരും പ്രസവിക്കണം എന്നുള്ള ചിന്താഗതി അല്ലേ? അല്ലെ ആളുകൾ വിടില്ല. ആളുകൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ പറയണ്ട, എന്തോ കല്യാണം കഴിക്കാത്ത? അപ്പൊ തന്നെ ഇങ്ങനെ എന്തോ നീ സന്യസിക്കാൻ പോയാണോ മറ്റേതാണ് പറഞ്ഞത്? കുട്ടിക്ക് അതിന് ഇപ്പൊ എന്താ പറയുക, നമ്മൾ ഈ പാരൻസ് ഇടപെടുന്നില്ലെങ്കിൽ, ഈ വിവാഹം എന്നും പറഞ്ഞ് പാരൻസ് പുറകെ നടക്കുകയല്ലേ, കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഈ പാരൻസ് ഇടപെടുന്നില്ലെങ്കിൽ, അവരെ സ്വതന്ത്ര വ്യക്തികളായിട്ട് വിടുകയാണെങ്കിൽ ഒരു 25% പേരും വിവാഹം കഴിക്കില്ല. അതെ. അവർക്ക് പല പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ സിനിമാ നടികളെ എടുത്തു നോക്കുക. ഇപ്പൊ നടി ശോഭന, പിന്നെ എന്താണ് ലക്ഷ്മി നാരായണ സ്വാമി, രഞ്ജിനി ഹരിദാസ്, തെസ്നി ഖാൻ. യൂട്യൂബ് എടുത്താൽ അറിയാം. യൂട്യൂബിൽ നോക്കിയാൽ അറിയാം വിവാഹം കഴിക്കാത്ത നടിമാരെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 പേര് വരും. അല്ല ഇവർക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? എന്തുകൊണ്ട് അവർ കല്യാണം കഴിക്കത്തെ? അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്, അവരുടെ കരിയറിൻ്റെ കാര്യം, പലത് കാര്യം. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അതല്ല. കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചടങ്ങും. അവർ ചെന്ന് അവരെ ഫോഴ്സ് ചെയ്ത് ബഹളം ഉണ്ടാക്കി അവർ കൗൺസിലിങ്ങിനും ഉണ്ടായി. അവസാനം പണ്ടാരോട് ഞാൻ കല്യാണം കഴിച്ചേക്കാം പോരെ എന്നും പറഞ്ഞായിരിക്കും മക്കൾ പറയും. അപ്പം ഈ എല്ലാവരും കൂടി കല്യാണം കഴിക്കേണ്ട കാര്യം ഇല്ലെന്ന് ഞാൻ പറയണത്. അതായത് ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ 2 മക്കൾക്ക് ജന്മം നൽകി ശരാശരി കൂടുതൽ 2-ൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്. പോട്ടെ, അപ്പം അത് മാറുകയാണ്. എല്ലാവരും കൂടി പ്രസവിക്കണ്ട, അപ്പം കുറച്ച് പേര് പ്രസവിച്ചാൽ മതി. അപ്പം എന്ത് പറ്റുമെന്ന് പറയാം, നമ്മുടെ ഈ പോപ്പുലേഷൻ പെട്ടെന്ന് കുറയും. ഇപ്പം 152 കോടി ജനങ്ങളെന്നുള്ളത് ഈ പകുതിയായിട്ട് ഒരു 50-60 കൊല്ലം കഴിയുമ്പോൾ പകുതിയാക്കാം. പിന്നെയും വേണമെങ്കിൽ കുറക്കാം. കാരണം നമ്മുടെ മറ്റൊരു അമേരിക്കയുടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അമേരിക്കയുടെ 35 കോടി ജനങ്ങളായിട്ടുള്ളൂ. ഇന്ത്യയിലേക്കാളും വലുതാണ് അമേരിക്ക ഈ പോപ്പുലേഷൻ ഏരിയയിൽ. അവിടെ ഏതാണ്ട് 35-40 കോടിയുള്ള അമേരിക്കയിൽ. മറ്റേ എല്ലാ രാജ്യങ്ങളും, ചൈന പോലും നമ്മുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ചൈന അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് ചൈനയായിരുന്നു ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. ഇന്നിപ്പോൾ ഇന്ത്യൻ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഏരിയ, അതായത് ഒരു നിശ്ചിത ഏരിയയിലുള്ള പോപ്പുലേഷൻ ചൈനയിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു പറയും ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇന്ത്യയിൽ ഒരു 10,000 പേരുണ്ടെന്ന് വിചാരിക്കും. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇന്ത്യയിൽ 10,000 പേരുണ്ടെങ്കിൽ ചൈനയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഈ 10,000 പേരില്ല. അതിൻ്റെ ഒരു 3,000 പേരൊക്കെ ആണുള്ളൂ ശരാശരി, 1/3 ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പോപ്പുലേഷൻ സൈസ് കൂടുതലാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ ഇത്രയും ഈ ദരിദ്ര രാജ്യത്തിന് ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്, അല്ലേ? മറ്റ് സൗകര്യങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലൊക്കെ വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ്. മറ്റ് നോർത്ത് ഇന്ത്യയിലും ഉത്തർപ്രദേശും ബീഹാറും ജാർഖണ്ഡൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ ജീവിതമൊക്കെ എല്ലാവർക്കും അറിയാം, അവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട് അവർക്ക്, അല്ലേ? അപ്പം ഈ ഇത്രയും പേർക്ക് ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെ അതൊരു വലിയൊരു നേട്ടമാണ്, അല്ലേ? അപ്പം ഞാൻ പറയുന്നു, കുട്ടികളുടെ ഉൽപ്പാദനം സർക്കാർ തലത്തിലാക്കുക. അതിന് പുതിയ ഒരുപാട് ടെക്നോളജിയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് ഞാൻ എഴുതിയൊരു പുസ്തകത്തിൽ, ഈ ദുഃഖങ്ങളില്ലാത്ത ലോകം എന്നുള്ള ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ സൈസൊക്കെ 3/1 കുറക്കണം. പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇപ്പം അമേരിക്കയിലൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞ പ്രശ്നം വരും. അമേരിക്കയിൽ ഇപ്പോൾ പോലും അവിടെ സൈനിക സേവനം നിർബന്ധമാണ് അവിടെ. കാരണം അവിടെയുള്ള അമേരിക്ക മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം സൈനിക സേവനം നിർബന്ധം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് കുറവാണ്. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ ഒരു പട്ടാളത്തിൽ ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്തോരം പാടുപെട്ട് നടക്കണേ, പട്ടാളത്തിൽ ജോലി കിട്ടാൻ വേണ്ടി, അല്ലേ? അപ്പം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറഞ്ഞൊന്നും സംഭവിക്കാൻ പാടില്ല. ഇപ്പോഴുള്ള പോപ്പുലേഷൻ ഒരു 40-50 കോടിയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, കുട്ടികളുടെ ഉൽപ്പാദനം സർക്കാർ തലത്തിലാക്കുക. വിവാഹ ബന്ധങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് കുട്ടികളെ സർക്കാർ തലത്തിൽ, സർക്കാർ ശമ്പളം കൊടുത്ത അമ്മമാരെ നിയമിച്ചിട്ട് ഈ അമ്മമാർ പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഒരു 50-60 കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ 40-50 കോടിയായിട്ട് കുറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പാടില്ല, മനസ്സിലായി? അപ്പോൾ ഈ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും. നമസ്കാരം.